അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹബഹുമാനമുള്ള വിശുദ്ധ ഖുർആൻ തജ്വീദുൽ ഖുർആൻ പഠിതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇരുത്തത്തെ പഠനത്തൊക്കെ സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ യസ്സിർ വലാ തുഅസ്സിർ റബ്ബി സിദ്നാ ഇൽമൻ കതീറ. സൂറത്ത് ഫാത്തിഹ ഞാൻ പാരായണം ചെയ്യുന്നുണ്ട്, കൂടെ നിങ്ങൾ പാരായണം ചെയ്യാൻ മൈക്ക് ഓഫ് ആക്കിക്കൊണ്ട്. ഓക്കെ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ആമീൻ. ഓക്കെ. അപ്പൊ നമ്മൾ പുതിയ ഹാലിലേക്ക് പോവാണ്. 14, 15, 16 ഹാലിലേക്കാണ് പോകുന്നത്. സ്വാഭാവികമായിട്ടും നിങ്ങളോടുള്ള ഒരു ചോദ്യമാണ്, 4ഉം 5ഉം 6ഉം ഹാല് എന്തായിരുന്നു? നിങ്ങൾക്ക് പറയാം. 4, 5, 6 ഹാലുകൾ എന്താണ്? പറഞ്ഞോളൂ. ഉഷാറായിട്ടുണ്ട്. അതന്നെ. ഫത്ഹ അലിഫ് മദ്, കസ്റ യാ മദ്, ദമ്മ വാ മദ് മദ്ദുകളായിരുന്നു. ഇനിയിപ്പോ നമ്മൾ 14ലേക്ക് 10 കടക്കുന്നതോടുകൂടി നമ്മൾ എന്ത് ചെയ്യാണ്? അതിനെന്തും കൂടി കൂട്ടിക്കൊടുക്കാണ്, ഷദ്ദും കൂടി കൂട്ടിക്കൊടുക്കാണ്. ഷദ്ദ ഫത്ഹ അലിഫ് മദ്, ഷദ്ദ കസ്റ യാ മദ്, ഷദ്ദ ദമ്മ വാ മദ്. അതായത് 4ാമത്തെയും 5ാമത്തെയും ഹാല് പഠിച്ചല്ലോ. ആ പഠിച്ച ഹാലിൽ എന്തൊക്കെ നിയമങ്ങൾ വന്നിട്ടുണ്ടോ അതൊക്കെ ഇവിടെ അപ്ലിക്കബിൾ ആണ്, അല്ലെങ്കിൽ അപ്ലൈ ചെയ്യേണ്ടതാണ്. മദ്ദിന്റെ കാര്യങ്ങളുണ്ടല്ലോ. ഇവിടെ എന്തും കൂടി വരുന്നുണ്ട്, ഷദ്ദ എന്നുള്ള ഒരു കാര്യം കൂടി വരുന്നുണ്ട്. ഷദ്ദ ഫത്ഹ അലിഫ് മദ്, ഷദ്ദ കസ്റ അലിഫ് യാ മദ്, ഷദ്ദ ദമ്മ വാ മദ്. ഈ 3 14, 15, 16. അത് നമ്മളെപ്പോഴും മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്. ആദ്യത്തെ 10 ഹാല് എടുത്തു നോക്കുക. 10 ഹാലില് 1, 2, 3 ഹാല് വരുന്നു. അപ്പം 11, 12, 13ലേക്ക് വരുന്ന സമയത്ത് അതിന് ഷദ്ദ ചേർക്കുകയാണ് ചെയ്യുന്നത്. അതായത് 11 മുതൽ അങ്ങോട്ട് ഓരോ ഹർഫിനും ഷദ്ദും കൂടി ചേർത്ത് കൊടുക്കുക. നമ്മൾ പഠിച്ച 10 ഹാലിലേക്ക് പ്ലസ് ഷദ്ദയും കൂടി ചേർക്കുമ്പോൾ ബാക്കിയുള്ള 20 ഹാലുമായി. അപ്പൊ അത് എളുപ്പമാണ്. അതിന്റെ ഇടയിൽ കുറച്ച് നിയമങ്ങളും കാര്യങ്ങളും കൂടിയൊക്കെ വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കി വെക്കുക, എളുപ്പമാണ്. 4ഉം 5ഉം 6ഉം മനസ്സിലായിട്ടുണ്ടെങ്കിൽ 14, 15, 16 എന്തായിരിക്കും? അതിനൊരു ഷദ്ദ കൂട്ടി കൊടുത്താൽ മതി. 1, 2, 3നും 11, 12, 13 വരുമ്പോ ഷദ്ദ കൂട്ടി കൊടുത്താൽ ഷദ്ദ പിന്നെ എന്താണ്? ഷദ്ദ ഫത്ഹ, ഷദ്ദ കസ്റ, ഷദ്ദ ദമ്മ. പിന്നെ 4ലേക്ക് വരുമ്പോ ഫത്ഹ അലിഫ് മദ്, കസ്റ യാ മദ് ആണ്. അപ്പൊ അതിനിവിടെ നമ്മൾ ഷദ്ദ ഫത്ഹ അലിഫ് മദ് എന്ന് പറഞ്ഞു. ഇനി അങ്ങനെ പോയിട്ട് 17, 18, 19 വരുമ്പോ സെയിം. 17, 7, 8, 9 എന്താണ് പഠിച്ചത് അതിനോട് ഷദ്ദ ചേർത്ത് കൊടുത്താൽ മതി. സിമ്പിൾ ആണ്. പക്ഷെ അതിനിടയിൽ കുറച്ച് റൂൾസ്, നിയമങ്ങളൊക്കെ പഠിക്കാനുണ്ട്. ഇവിടെ പ്രത്യേകിച്ച് നിയമങ്ങളൊന്നുമില്ല. നമ്മൾ പഠിച്ച മദ്ദുകൾ തന്നെയാണ് ഇവിടെ വരുന്നത്. കാരണം 4ഉം 5ഉം 6ഉം ഹാലുകള് മദ്ദിന്റെ ഹാലായിരുന്നു എന്ന് നമ്മൾ അന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. 4, 5, 6 ഹാലുകൾ അതേപോലെ തന്നെയാണ് ഇവിടെയും വരുന്നത്. ഓക്കെ. ഇനി നമുക്ക് നോക്കാം. ഇതാണ് ഷദ്ദ ഫത്ഹ അലിഫ് മദ്, ഷദ്ദ കസ്റ യാ മദ്, ഷദ്ദ ദമ്മ വാ മദ്. അതായത് ബ ഷദ്ദ ഫത്ഹ അലിഫ് മദ്, ബബ്ബ, ബ ഷദ്ദ കസ്റ യാ മദ്, ബിബി, ബ ഷദ്ദ ദമ്മ വാ മദ്, ബുബു. അതായത് ഷദ്ദിനെ നമ്മൾ ഒറ്റക്ക് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ബാഗിനെ ഞാൻ ചേർത്ത് കൊടുത്തത്. അറബി ഭാഷയില് ഷദ്ദുള്ള അക്ഷരം കൊണ്ടോ സുക്കൂനുള്ള അക്ഷരം കൊണ്ടോ ഒന്നും തുടങ്ങലില്ല. അപ്പം
ഷദ്ദിനെ നമ്മൾ ഒറ്റയ്ക്ക് പറയാതെ അതിന്റെ കൂടെ ഒന്നിനെ ചേർത്ത് കൊടുക്കുക. നമ്മൾ തഹജ്ജ് ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണ് വേണ്ടത്. തഹജ്ജ് ചെയ്യുന്ന സമയത്ത് എന്തേ ചെയ്യരുത്, അത് മാത്രം പറയരുത്. ബ ഷദ്ദോ ലമ്മ ബു എന്നെല്ലാം ചെല്ലിന്റെ തൊട്ട് മുമ്പുള്ളതിനും കൂടി ചേർത്ത് തഹജ്ജ് പറയാം. അപ്പൊ അതിന് ഫുൾ മാർക്ക് കിട്ടും അങ്ങനെ ആകുന്ന സമയത്ത്. ഓക്കെ, ഇതാണ് പിന്നെ അതിന്റെ എന്താ പറയാ, മുഴുവൻ ഹർഫുകൾക്കും ഷദ്ദ ഫത്ഹ കൊടുത്തിട്ടുള്ളതാണ്. നമുക്ക് ഒരു മിസ്റ്റേക്ക് വന്നു പോയത് എനിക്ക് തോന്നുന്നു, നമ്മൾ പിന്നെ ഒന്നാമത്തെ ഹാല് മുതൽ ഇപ്പൊ 13 ഹാലുകൾ കഴിഞ്ഞു. ഈ 13 ഹാല് കഴിയുമ്പോഴും ഓരോ ഹാല് കഴിയുമ്പോഴും 28 അക്ഷരങ്ങൾക്ക് ഇതേപോലെ കോളം കള്ളി വരച്ചുകൊണ്ട് അതിൽ അക്ഷരങ്ങൾ എഴുതിയിട്ട് അതിങ്ങനെ തഹജ്ജ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ഈ പ്രയാസം ഉണ്ടാവൂലായിരുന്നു എന്നാണ് തോന്നുന്നത് എനിക്ക്. അത് കൃത്യമായിട്ട് സാധാരണഗതിയിൽ ഓരോ ഹാല് കഴിയുമ്പോഴും ഇതേപോലെ നമ്മൾ എഴുതിയിട്ട് അത് തഹജ്ജ് ചെയ്യിക്കാറുണ്ടായിരുന്നു. ഇപ്പൊ അത് നടക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ തഹജ്ജിന്റെ ഫ്ലോ കിട്ടാത്തത്. നിങ്ങൾ തഹജ്ജ് ചെയ്യുന്നില്ല, അതുകൊണ്ട് ഒരു ഫ്ലോയിലേക്ക് എത്തുന്നില്ല. നേരെ മറിച്ച് നിങ്ങൾ ആദ്യമേ തഹജ്ജ് ചെയ്ത് ഇങ്ങനെ ഒന്നാമത്തെ ഹാല് മുതൽ ഇങ്ങനെ ഇതിലിങ്ങനെ വരികയാണെങ്കിൽ ഇപ്പൊ തഹജ്ജ് തന്നെ ഒരു ഈണത്തിലും താളത്തിലും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇവിടെ നമുക്ക് തഹജ്ജ് ചെയ്യുന്ന സമയത്ത് ഹംസ ഷദ്ദ ഫത്ഹ അലിഫ് മദ് അ ആ അ ആ ബ ഷദ്ദ ഫത്ഹ അലിഫ് മദ് ബബ്ബ. ഇവിടെ നമ്മൾ മുമ്പേ പഠിച്ചതും കൂടി ഇവിടെ ചേർത്ത് പറയാൻ കഴിയും. എങ്ങനെയാണ്? ബ ഷദ്ദ ഫത്ഹ അലിഫ് മദ് തൊബഈ ഹർക്കത്താൻ ബബ്ബ. കാരണം എന്താണ്? ശേഷം കാരണക്കാരും വന്നിട്ടില്ല. അതുകൊണ്ട് നമുക്ക് അതിനെന്തും കൂടി ചെയ്യാൻ പറ്റും? തൊബഈ ആയിട്ടുള്ള മദ്ദാണ് എന്നും കൂടി പറയാൻ പറ്റും. ഓക്കെ, ത ഷദ്ദ വ ഫത്ഹ അലിഫ് മദ് തത്ത. ഓക്കെ, ത ഷദ്ദ വ ഫത്ഹ അലിഫ് മദ് തത്ത. ഓക്കെ, ഇനി ഞാന് പിന്നെ ആണുങ്ങളെ ഗ്രൂപ്പിലെ ആളെ വിളിക്കുക, ആരെങ്കിലും ഒരാള് പിന്നെ ഇനി വരുന്ന 3 എണ്ണത്തെ കത്ത വരെ പറഞ്ഞിട്ടുണ്ട്. ഇനി വരുന്ന 3 എണ്ണം ഒന്ന് തഹജ്ജ് ചെയ്യണം. ആണുങ്ങളിൽ ആരോ ഒരാള് പിന്നെ മൈക്ക് ഓൺ ചെയ്ത് മതി. ഒരാൾ മൈക്ക് ഓൺ ചെയ്തോളൂ. ജീം ഷദ്ദ ഫത്ഹ അലിഫ് മദ് ജജ്ജ. ഒന്നും കൂടി വേണം നമുക്ക് ചേർത്ത് പറയാം. എന്താണ്? അലിഫ് മദ് തൊബഈ ഹർക്കത്താൻ എന്ന് ഒന്നും കൂടി നമുക്ക് ചേർത്ത് പറയാം. കാരണം നമ്മളത് മുമ്പ് പഠിച്ചതാണല്ലോ. ഓക്കെ, ജീം ഷദ്ദ ഫത്ഹ അലിഫ് മദ് തൊബഈ ഹർക്കത്താൻ ജജ്ജ. ഓക്കെ, ഹ ഷദ്ദ ഫത്ഹ അലിഫ് മദ് തൊബഈ ഹർക്കത്താൻ ഹഹ. വെരി ഗുഡ്. ഖ ഷദ്ദ ഫത്ഹ അലിഫ് മദ് തൊബഈ ഹർക്കത്താൻ ഖഖ. അവിടെ എന്തോന്നും കൂടി നമുക്ക് ചേർക്കാനില്ലായിരുന്നു. ബിൽ ഫത്ഹ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ഓക്കെ, സുഹൈൽക്ക് അത് മുഫഖമയും കൂടി ചേർത്തൊന്ന് പറഞ്ഞു നോക്കോ? ഓക്കെ, ഖ ഷദ്ദ ഫത്ഹ മുഫഖമ അലിഫ് മദ് മുഫഖമ ഖഖ. ഓക്കെ, മദ് തൊബഈ ഹർക്കത്താൻ. ഓക്കെ ഓക്കെ ഖഖ. ഓക്കെ ഓക്കെ, ശുക്രൻ, ജസാക്കല്ലാഹ് ഖൈർ. ദാൽ ഷദ്ദ ഫത്ഹ അലിഫ് മദ് തൊബഈ ഹർക്കത്താൻ ദദ്ദ. ഓക്കെ, ദാൽ ഷദ്ദ ഫത്ഹ അലിഫ് മദ് തൊബഈ ഹർക്കത്താൻ സസ്സ. സയിലേക്ക് പോയിപ്പോണ്ട് സല. ഓക്കെ ഓക്കെ, റാ ഷദ്ദ ഫത്ഹ മുഫഖമ അലിഫ് മദ് മുഫഖമ മദ് തൊബഈ ഹർക്കത്താൻ ററ. ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ്, അൽഹംദുലില്ലാഹ്, ബാറക്കല്ലാഹു ഫീക്. زاي شدة وفتحة ألف مد طبيعي حركتان ززا. سين شدة وفتحة ألف مد طبيعي حركتان سسا. شين شدة وفتحة ألف مد طبيعي حركتان ششا. ഓക്കെ, അടുത്ത ഒന്നും കൂടി നിങ്ങൾ തഹജ്ജ് ചെയ്തോളൂ. അടുത്തൊരൊറ്റതും കൂടി നമ്മൾ താഴത്തേക്ക് പോവാം. صاد شدة وفتحة ألف مد مفخمة അവിടെ പോയി لا سين شدة
وفتحة مفخمة സീനല്ല സ്വാദ് صاد شدة وفتحة مفخمة ألف مد مفخمة طبيعي حركتان ഓക്കെ ശുക്രൻ ജസാക്കല്ലാഹ് വിട്ടുപോയതാണ്. ഓക്കെ ضاد شدة فتحة مفخمة ألف مد مفخمة مد به حركتان الله ലല്ല അല്ല, എവിടാ നിങ്ങൾ നാവ് തൊട്ടത്? والله ഇവിടെയാണ്. والله ഇവിടെ ടച്ച് ചെയ്യാനേ പാടില്ല കേട്ടോ. ഓക്കെ, അത് പറയാത്തത് കൊണ്ട് മാത്രം നിങ്ങളിപ്പോ വെറുതെ വിടാണ്. طا شدة فتحة مفخمة ألف مد مفخمة مد به حركتان തൊത്തോല്ല അത് പഠിപ്പിക്കാത്തത് കൊണ്ട് നമുക്ക് അടുത്തയിലേക്ക് പോവാം. لا شدة فتحة مفخمة ألف مد مفخمة مد به حركتان والله ഓക്കെ, അപ്പൊ 3 ഹർഫും പ്രയാസമുണ്ട്, അതിന് നമുക്ക് ശരിയാക്കി എടുക്കണം. ഓക്കെ ഫാത്തിമത്ത. عين شدة فتحة ألف مد طبيعي حركتان. അങ്ങനെ പറയണ്ടേ? യെസ്, കറക്റ്റ് ആണ്. അതൊന്ന് പറയുകയും ചെയ്യണം. حركتان അയിനല്ലേ? അയിനാണ് എന്നല്ലോ. ഐൻ പിന്നെ غين شدة فتحة مفخمة ألف مد مفخمة مد طبيعي حركتان غغ. ഓക്കെ, അടുത്തത് فا شدة فتحة ألف مد طبيعي حركتان فا ഓക്കെ ശുക്രൻ ജസാക്കല്ലാഹ്. काफ शद्दा फतहा मुफखमा अलिफ मद मुफखमा मद तबी हरकतान क़ा. काफ शद्दा फतहा अलिफ मद तबी हरकतान क़ा. लाम शद्दा फतहा अलिफ मद तबी हरकतान लल्ला. ഓക്കെ, കാഫും ഖാഫും രണ്ടായിട്ട് തന്നെ വരണേ ഇൻഷാ അല്ലാഹ്. ബാറക്കല്ലാഹു ഫീ, ശുക്രൻ ജസാക്കല്ലാഹ്. ميم شدة وفتحة ألف مد طبيعي حركتان مما. അല്ല, മീമിന് എന്തോ പ്രത്യേകത ഉണ്ടോ? മീമിന് ألف مد طبيعي അല്ല, മീമിന് ചെറിയൊരു പ്രശ്നമുണ്ട്. ميم حرف غنة مشددة بالفتحة ألف مد طبيعي حركتان കിട്ടിയോ സംഭവം? ميم حرف غنة مشددة بالفتحة ألف مد طبيعي حركتان. ഓക്കെ, അതേപോലെ നൂനൊന്ന് പറഞ്ഞു നോക്കൂ. نون شدة وفتحة ألف مد. നൂൻ തെറ്റിച്ചില്ലേ? നൂനിന് ശബ്ദ വന്നു കഴിഞ്ഞാല് നൂനിനോ نون حرف غنة مشددة بالفتحة ألف مد طبيعي حركتان ഒന്ന് മണിക്കണ്ടേ? നൂന ഹർഫ് ഉന്നയല്ലേ? നന്നാന്ന് പറഞ്ഞു പോരല്ലോ. ഓക്കെ, ها شدة وفتحة ألف مد طبيعي حركتان ها. ഓക്കെ ശുക്രൻ ജസാക്കല്ലാഹ്. وشد فتحة ألف مد طبيعي حركة يا شد فتحة ألف مد طبيعي حركة ഓക്കെ, നമുക്ക് ആയത്തിലേക്ക് പോവാ. ഇനി ഇത് കസ്രയാണ്. കസ്രങ്ങൾ പറയുന്നുണ്ടോ? ഹംസ ഷദ്ദ കസ്ര, യ മദ് ത്വബീഇ ഹർക്കതാൻ, പിന്നെ ഇ ബിബി തിത്തി തിത്തി ജിജി ഹി പിന്നെ അങ്ങനെ പോകും. ഓക്കെ, നമുക്ക് തൽക്കാലം ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു നിർബന്ധമായിട്ട് പറയാണ്, നിങ്ങൾ ഇത് ഒരു ഹോംവർക്ക് ആയിട്ട് തന്നെ എടുക്കുക. നിർബന്ധമായിട്ടും ഈ 3 എണ്ണം നിങ്ങൾ എഴുതുക. എന്നിട്ട് ഇതേപോലെ പറഞ്ഞു നോക്കുക. ഇത് ഹംസ ഷദ്ദ ദമ്മ വ മദ് തബീ ഹർകതാൻ. എന്താണ്?
അല്ലെങ്കിൽ അ ഉ എങ്ങനെ നിങ്ങൾക്ക് അപ്പുറത്തുള്ള ഏതും കൊടുക്കട്ടോ. അവിടെ എന്ത് ഒരു അലിഫ് വരുന്നത് എന്തിനാന്നുള്ളത് നിങ്ങൾക്ക് അറിയോ? എല്ലാത്തിനും ഒരു അലിഫ് വന്നിട്ടുണ്ട്, എന്തുകൊണ്ടാന്ന് അറിയോ? മദ് ഇവദ്. ആ മദ് ഇവൽ. ഓക്കെ, പിന്നെ ഇനി ആർക്കെങ്കിലും വേറെന്താ പറയാനുണ്ടോ? അലിഫ് സിത്തർ ആണോ? അലിഫ് സിത്തർ മുസ്തത്തി അതാണോ? അലിഫ് സിഫർ മുസ്തദീർ ആണത്. ആ ഊ എന്നുള്ളടത്ത് ഒരു അലിഫ് ഉണ്ടാവും. അവിടെ മോള് പൂജ ഇടാത്തേ കൊണ്ടാണ് കൺഫ്യൂഷൻ ആയത്. അല്ല, ജുജു എന്നാണല്ലോ നമ്മൾ പറയുന്നത്. അപ്പൊ അവിടെ അലിഫ് വരുന്നത് അത് എഴുത്തിൽ വരുന്നതാണ്. ലാ യുൻതക്കാണ് അലിഫ് സിഫർ മുസ്തദീർ ലാ യുൻതക്. അത് എഴുത്തിൽ വരുന്നതാണ്. അതിനെ കുറിച്ചിട്ട് അന്വേഷിച്ചിട്ട് ഒരു കൃത്യമായിട്ട് മറുപടി ഒന്നും കിട്ടിയിട്ടില്ല. എന്തുകൊണ്ടാണ് അവിടെ അങ്ങനെ ഒരു ആവശ്യമില്ലാത്ത ഒരു അലിഫും സിഫറും കൊടുത്തത് എന്നുള്ളത് അള്ളാഹു ആലം. അത്ര മാത്രമേ പറയാനുള്ളൂ. പല ആളുകളോട് ചോദിച്ചു നോക്കിയാണ് അതിന്റെ ഒരു ലോജിക്ക് എന്താണ് എന്നുള്ളത്, പക്ഷെ അത് കിട്ടുന്നില്ല. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ ഷദ്ദ ഫത്ഹ അലിഫ് മദ് അതിന്റെ കുറച്ച് ആയത്തുകൾ പാരായണം ചെയ്യാൻ നോക്കാം. ഓക്കെ, ആരാണ് ആദ്യം പാരായണം ചെയ്യാക്ക? നസാഅതൻ കഫാറത്തുൻ, അത് ഒരു ഉദാഹരണമാണ് കേട്ടോ. ലഗഫാറുൻ വഹാജൻ. അപ്പൊ ഇയാക്കാണെങ്കിൽ അലിഫ് ഹംസ കസ്ര ഇ, യാ ഷദ്ദ ഫത്ഹ അലിഫ് മദ് തബഈ ഹറകതൻ ഇയ്യാക ഫത്ഹക ഇയ്യാക നസാഅതൻ നസാഅതൻ നൂൻ ഫത്ഹാന زا شدة فتحة ألف مد طبيعي حركة نزاع عين فتحة نزاع പിന്നെ ഹാ സാക്കിന് പറയാം, അല്ലെങ്കിൽ താ തൻവീൻ ബിൽ ഫത്ഹ. അങ്ങനെ തെന്നാകാണെങ്കിൽ താ തൻവീൻ ബിൽ ഫത്ഹ, വഖഫ് ചെയ്യാണെങ്കിൽ ഹാ സാക്കിന ഇൻദൽ വഖഫ് നസ്സാഅ എന്നും ആക്കാം. ഓക്കെ, ആയത്തിലേക്ക് പോവാണ്. അത് ആരാണ് പാരായണം ചെയ്യുന്നത്? അടുത്ത ഗ്രൂപ്പിലേക്ക് ഞാൻ അങ്ങനെ വിളിക്കാം. കുറെ ഉണ്ട്, 3 എണ്ണത്തിൽ നമുക്ക് ഓരോ ആയത്ത് പറഞ്ഞു പോകണം, തൈജീം ചെയ്യണം. ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇയ്യാക്കൊന്ന് തൈജ് ചെയ്ത് തരൂ. അലിഫ് ഹംസ കസ്ര ഇ, ഷദ്ദ ഫത്ഹ അലിഫ് മദ് തബഈ ഹർകതാൻ. യാവ് പറഞ്ഞിരുന്നോ? ഓക്കെ. കാഫ് ഫത്ഹ ക ഇയ്യാക. വെരി ഗുഡ്, അൽഹംദുലില്ലാഹ്, ബാറക്കല്ലാഹ്. നസ്സാഅതൻ ലിശ്ശവാ. ഓക്കെ, അപ്പൊ നസ്സാഅതൻ എന്നുള്ളതൊന്ന് നസ്സാഅതൻ എന്നുള്ളതൊന്ന് തൈജ് ചെയ്തോളൂ. നൂൻ ഫത്ഹ ന സായ് ഷദ്ദ ഫത്ഹ അലിഫ് മദ് തബഈ ഹറകതാൻ നസ്സാ ഐൻ ഫത്ഹ മുഫഖമ ആ. ഐന് മുഫഖമയാണോ? അല്ല ഐൻ ഫത്ഹ ആ നസ്സാ ത തൻവീൻ ബിൽ ഫത്ഹ നസ്സാഅതൻ. ഓക്കെ, ശുക്രൻ, ജസാക്കല്ലാഹ്. വജഅൽനാ സിറാജൻ വഹാജാ. ഓക്കെ, അപ്പൊ ഹാജ എന്ന് തന്നെ തൈജ് ചെയ്തോളൂ, നമ്മൾ പഠിച്ചതാണല്ലോ. വാവ് ഫത്ഹ വ ഹ ഷദ്ദ വ ഫത്ഹ അലിഫ് മദ് തബഈ ഹറകതാൻ വഹ വഹാജ. ജീം അലിഫ് മദ് ഇവല ഹർക്കത്താൻ ഇൻദൽ വഖഫ്. ജീം അലിഫ് മദ് ഇവല ജീം തൻവീൻ ബിൽ ഫത്തയിൽ നിന്ന് ഒരു ഫത്തനെ നമ്മൾ കളയുന്നുണ്ട്. അപ്പൊ ബാക്കി വരുന്ന ഒരു ഫത്ത ഉണ്ട് അവിടെ. ജീം ഫതഹ അലിഫ് മദ് ഇവല ഹർക്കത്താൻ ഇൻദൽ വഖഫ്. ജീം ഫതഹ അലിഫ് മദ് ഇവൽ ഹർക്കത്താൻ ഇൻദൽ വഖഫ്. ജീം ഫതഹ അലിഫ് മദ് ഇവല ഹർക്കത്താൻ അലിഫ് മദ് തബഈ ഹർക്കത്താൻ ഇൻദൽ വഖഫ്. ഓക്കെ. വഹാജ. വജന്നാത്തിൻ അൽഫാഫ. ഓക്കെ, മുകളിലതൊന്ന് ടൈപ്പ് ചെയ്തോളൂ. വജന്നാത്തിൻ, അത്ര മതി. ജീം ഫത്ഹ ജ നൂൻ ഷദ്ദ ഫത്ഹ. അതാ ഷദ്ദിന് വരുന്ന സമയത്ത് എന്തോ ഉണ്ട്. ഓക്കെ, അർഫുന്ന. അപ്പൊ ഒന്നുകൂടി മാറ്റി പറഞ്ഞു. നൂൻ ഹർഫു ഉന്ന മുഷദ്ദദ നൂൻ ഹർഫു ഉന്ന മുഷദ്ദദ ബിൽ ഫത്ഹ അലിഫ് മദ് തബഈ ഹർക്കത്താൻ. ഓക്കെ, ജന്ന ജന്ന എന്ന് പറഞ്ഞാ പോലെ
ജന്ന ഒന്ന് മണിക്ക് ജന്ന ജന്ന തൻവീൻ ബിൽ കസ്റ ജന്നാത്തിൻ. ഒന്നും കൂടി ആയത്തൊന്ന് ഓതു മണിച്ചുകൊണ്ട്. വജന്നാത്തിൻ അൽഫാഫ. ഒരു സംശയം ആ സാറേ, ആ ജന്നാത്ത് എന്നുള്ളതൊന്ന് ട്രൈ ചെയ്യാൻ. ജന്നാത്തിൽ തൈ ചെയ്യാനോ? ആ എന്താന്ന് പ്രശ്നമുള്ള ജീം ഫത്ഹ ജ നൂൻ ഹർഫ് ഉന്ന മുഷദ്ദദ ബിൽ ഫത്ഹ അലിഫ് മദ് ത്വബഈ ഹർക്കത്താൻ. ജന്ന ജൻ ആദ്യം മണിക്ക ജൻ മണിക്ക, പിന്നെ ആ ജന്നത്തിൻ ജന്നത്തിൻ അൽഫാഫ. ഓക്കെ, ക്ലിയർ ആയോ? അനിസത്താത്ത ക്ലിയർ ആയോ? നൂൻ ഹർഫ് ഉന്ന മുഷദ്ദദ ബിൽ ഫത്ഹ അലിഫ് മദ് ത്വബഈ ഹർക്കത്താൻ. ഓക്കെ അല്ലേ? ആ പിന്നെ പിന്നെന്താ? പിന്നെ തൻവീൻ ബിൽ കസ്റ മുൽഹറ ഖബലൽ ഹംസിൽ മഫ്തൂഹ പഠിച്ചിട്ടില്ല. ഇനി ഇൻഷാ അല്ലാഹ് 2-3 ക്ലാസ് കഴിഞ്ഞാലാണ് അവിടേക്ക് വരിക. ഒരു 3-4 ക്ലാസ് കഴിയണം കേട്ടോ, ഇൻഷാ അല്ലാഹ്. ഓക്കെ, നദ്ദാഖതാനി ആരാനിള്ളത്? ആരുണ്ടോ? തൊയ്യിബിലൊന്നും ആരുമില്ല. അപ്പൊ നദ്ദാഖതാനി എന്നുള്ള ضاد ശദ്ദ ഫത്ഹ അലിഫ് മദ് ضاد ശദ്ദ ഫത്ഹ മുഫഖമ അലിഫ് മദ് മുഫഖമ മദ് ത്വബഈ ഹർകതാൻ നദ്ദാഖതാനി. ഓക്കെ, നദ്ദാഖതാൻ എന്ന് അത് ശദ്ദ ഫത്ഹ അലിഫ് മദ് ആണ് കേട്ടോ. ഇനി നമ്മള് ശദ്ദ കസ്റ യാ മദ്ദിലേക്ക് പോവാണ്. ഓക്കെ, വീണ്ടും ആണുങ്ങളെ ഭാഗത്തുനിന്ന് തുടങ്ങുക. ശദ്ദ കസ്റ, ശദ്ദ ഫത്ഹ കഴിഞ്ഞു, ഇനി ശദ്ദ കസ്റ. ആണുങ്ങൾ ആരാ തുടങ്ങിക്കോളൂ, പെണ്ണുങ്ങൾ ആരും ഉഷാറായിട്ട് വരുന്നില്ല. ആണുങ്ങൾ ആരാ ആദ്യം പറയുന്നത്, ഈ ആയത്ത് ഓതുന്നത്, എന്നിട്ട് അത് തഹജ്ജി ചെയ്യുന്നത്? ഓക്കെ, സുഹൈൽക്ക പാരായണം ചെയ്തോളൂ ആദ്യം, എന്നിട്ട് അത് തഹജ്ജി ചെയ്തോളൂ. മഞ്ഞ കളർ കാണുന്നു. فاليوم ننجيك ببدنك لتكون لمن خلفك آية وإن كثيرا من الناس عن آياتنا لغافلون. ഓക്കെ, ശുക്രൻ. ഉഷാറായിട്ട് പാരായണം ചെയ്തു. നുനജ്ജീക എന്നുള്ളതൊന്നു തഹജ്ജി ചെയ്ത് നോക്കൂ. നുനജ്ജീക നൂൻ ലമ്മാനു نون فتحانا نون جيم شدة وكسر ياء مد طبيعي حركتان ننجي كاف فتحة كا ننجيك. വെരി ഗുഡ്, അൽഹംദുലില്ലാ. അത് ഇത്ര തന്നെ ഉള്ളൂ. ശദ്ദ കസ്റ യാ മദ്, അതായത് ഏത് ഹർഫാണോ, ജീം ശദ്ദ വ കസ്റ യാ മദ്, ശദ്ദ കസ്റ യാ മദ് ത്വബഈ ഹർക്കത്താൻ. ഓക്കെ സുഹൈൽ കാ, ശുക്രൻ, ജസാക്കല്ലാഹ്. അടുത്തത് ശദ്ദ കസ്റ എന്ന് ഇവിടെ കാണുന്നത്. ഓക്കെ, അടുത്തത് ആരാണ്? അടുത്തൊരാൾ മൈക്ക് തുറന്നോളൂ, ആണുങ്ങൾ തന്നെ, എന്നിട്ട് പെണ്ണുങ്ങളിലേക്ക് പോവാം. എന്താ ഇതിങ്ങനെ തഹജ്ജി അയക്കുന്ന ഞങ്ങൾ തഹജ്ജിയിലൊക്കെ പിന്നോട്ടാണ്. തഹജ്ജി പിന്നോട്ട് അടിക്കുന്നതിനനുസരിച്ച് പാരായണത്തിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ വരും. ഇതാണ് ആയത്ത്. ആരാണ് അടുത്ത ആള്? മൈക്ക് ഓൺ ചെയ്തോളൂ, ആണുങ്ങളിൽ ഒരാള്. എന്നിട്ട് ആയത്ത് വയുമന്നീഹിം വമാ യഅദുഹുമുശ്ശൈത്വാനു ഇല്ലാ ഖുറൂറാ. ഓക്കെ, ഉഷാറായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് യഇദുഹും വയുമന്നീഹിം അവിടെ നിർത്തിയിട്ട് വമാ യഇദുഹുമുശ്ശൈത്വാനു ഇല്ലാ ഖുറൂറാ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി നമുക്ക് ഒരു ആയാസം കിട്ടും, ഒന്നുകൂടി ഉഷാറാക്കാൻ പറ്റും. ഓക്കെ, അതൊന്ന് തഹജ്ജി ചെയ്തോളൂ. വയുമന്നീഹിം വാ ഫത്ഹ വ യാ ലമ്മ യു യു മീം ഫത്ഹ മാ യുമ നൂൻ ശദ്ദ കസ്റ. നൂനിനെ നമ്മൾ ശ്രദ്ധിക്കണം, മീമിനെ നൂനിനെ നമ്മൾ ശ്രദ്ധിക്കണം. നൂൻ ഹർഫ് നൂൻ ഹർഫ് ഗുന്ന, നൂൻ ഹർഫ് ഉന്ന മുശദ്ദദ ബിൽ കസ്ർ. യാ മദ് ത്വബഈ ഹർക്കത്താൻ. ഹാ കസ്റ യുമന്നി യുമന്നി. ഹാ കസ്റ ഹി മീം സുകൂൻ യുമന്നീഹിം വയുമന്നീഹിം. ഒന്ന് കുറച്ചൊന്ന് മണിച്ചിങ്ങേറ്റ് ഒന്ന് ഞാൻ ഓദ്യമായിരുന്നു ആയത്തൊന്ന് ഓദ്യം. വയുമന്നീഹിം
അല്ല ആയത്തൊന്ന് പാരായണം ചെയ്ത് നോക്കി, അവിടെ നിർത്തിങ്ങേറ്റ് വഖഫ് ചെയ്തിങ്ങേറ്റ് ഒന്ന് പാരായണം ചെയ്ത് നോക്കൂ. ഓക്കെ. യഇദുഹും വയുമന്നീഹിം വമാ യഇദുഹുമുശ് ശൈത്വാനു ഇല്ലാ ഗുറൂറാ. ഓക്കെ ഓക്കെ. ശരിയാക്കാൻ യുമന്നി എന്നുള്ള ഒന്നും കൂടി ഒന്ന് ഊന്ന കൊടുത്താൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. യഇദുഹും വയുമന്നീഹിം 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 ഒന്നും വയുമന്നീഹിം. വെരി ഗുഡ്. ഓക്കെ, അൽഹംദുലില്ലാഹ്. ومنهم أميون لا يعلمون الكتاب إلا أماني وإن هم إلا യളുന്നൂൻ അല്ല യളുന്നൂൻ. അമാനി വായന ശ്രദ്ധിക്കുക, യളുന്നൂന എന്നുള്ളത്. ഇനി ആ മോളത്തെ മഞ്ഞ കളർ കാണുന്നത് തഹജ്ജ് ചെയ്യൂ. ألف همزة ضماء ميم شدة ميم عرفهن ميم حرف غن من مشددة بالكسرة. مشددة بالكسرة. أمي يا شدة ضمة أمي ومد طبيعي حركتان أميو نون فتحة أميون. ഓക്കെ ഓക്കെ, ശുക്രൻ, ജസാക്കല്ലാഹ്. അടുത്ത ആളാരാ? മൈക്ക് തുറന്നോളൂ. ഷെബിനത്താ. يمنون عليك أن أسلموا قل لا تمنوا علي إسلامكم بل الله يمن عليكم أن هداكم للإيمان إن كنتم صادقين. ഓക്കെ, സെബിനത്താത്തൊക്കെ എന്തോ തിരക്കുണ്ട് അല്ലേ? നേരത്തെ കുറച്ച് സ്പീഡാണ് ഓത്തില്. ആ ഓത്തില് സ്പീഡ് വരുന്ന സമയത്ത് എന്താ വെച്ച് കഴിഞ്ഞാല് മണിക്കല്ല ഉന്നൊന്നും കൃത്യമായിട്ട് വരുന്നില്ല. അതേപോലെ ഹർഫുകൾക്കൊക്കെ ഒരു ചെറിയൊരു അത് വരുന്നുണ്ട്. അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അത് വഖഫ് ചെയ്തൂടെ? യമുന്നൂന അലൈക അൻ അസ്ലമൂ നിർത്തി. അവിടെ വഖഫ് ചെയ്യാനുള്ള അനുവാദമുണ്ട്. കുല്ലാ തമുന്നു അലയ്യ ഇസ്ലാമകും നിർത്തി. നിങ്ങൾ ചേർത്ത് ഓതാണെങ്കിൽ അവിടെ ഒരു കാര്യങ്ങൾ ചെയ്യേണ്ടത് ചെയ്തില്ല. അലയ്യ ഇസ്ലാമകും ബലില്ലാഹു യമുന്നു അലൈക്കും. അവിടെ നിർത്താനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇസ്ലാമക്കും ചേർത്ത് ഓതുമ്പോൾ അവിടെ ഉന്ന ചെയ്യണം. അപ്പൊ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ അതൊക്കെ നമ്മൾ നോക്കേണ്ടതുണ്ട്. ഉന്ന പഠിച്ചു വെച്ചാ പോരാ, അത് നമ്മൾ പ്രാക്ടിക്കൽ ആണ്. യമുന്നൂന ഒന്ന് തഹജ്ജ് ചെയ്യൂ. യാ ഫതഹയ മീം ലമ്മു യമുന്നു യമു നൂൻ ഹർഫ് ഉന്ന മുഷദ്ദദ ലമ്മ വാവ് മദ് തൊബി ഹർക്കത്താൻ യമുന്നു നൂൻ ഫതഹന യമുന്നൂന. നിങ്ങൾ കുറച്ചൊരു സ്പീഡാണ്, അതുകൊണ്ടാണ്. ഒന്നൊന്ന് വേഗത കുറച്ചാൽ മതി. നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാം. ഒന്ന് വേഗത കുറച്ചാൽ മതി. ഓക്കെ, അല്ലാഹു അനുഗ്രഹിക്കുമാറാണ്. ഉസ്താദേ, അൻ അസ്ലമു അവിടെ നിർത്തിയപ്പോ അൻ അസ്ലമു അല്ലേ? അതെ അതെ. അവിടെ നമ്മള് അല്ല നമ്മ തന്നെയാണ് നമ്മൾ നിർത്തുന്നത്, വഖഫ് ചെയ്യുന്നത്. അതെ അതെ അതെ, മൂന്ന് തന്നെയാണ്. അലിഫ് സിഫർ മുസ്തദീർ അത് എഴുത്തിൽ വരുന്നതാണ്. അതിന്റെ മാന എന്താണ്? അവിടെ നമ്മള് വഖഫ് ലമ്മില് വന്നു, അങ്ങനെ ചെയ്യാലേ? അതെ അതെ, അവിടെ വഖഫിൽ തന്നെ മൂ എന്നാണല്ലോ, അങ്ങനെ തന്നെയാണ്. അപ്പൊ മദ്ദിൽ അങ്ങനെ തന്നെ വഖഫ് ചെയ്താൽ മതി. അല്ല, ഈ മദ് വരുന്ന സമയത്തൊക്കെ അപ്പൊ കസർ യാമദ്ദാണെങ്കിൽ നമ്മള് ആ നീട്ടിക്കൊണ്ട് പിന്നെ കസർ മദ് തന്നെയാണ് വഖഫ് ചെയ്യേണ്ടത്. അങ്ങനെ തന്നെ മദ്. അത് രണ്ട് രീതിയിലാണ് നമ്മൾ വഖഫ് ചെയ്യുന്നത്. ഖുറാനിൽ വഖഫ് ചെയ്യുന്ന ഒന്നുകിൽ മദ് അല്ലെങ്കിൽ സുക്കൂനിൽ. ഈ രണ്ട് രീതിയിലാണ് വഖഫ് ചെയ്യുന്നത്. അപ്പോ ഒന്നുകിൽ ഇവിടെ നമുക്ക് സുക്കൂന് കൊടുക്കാൻ വാവിന് ഹർക്കത്ത് ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ സുക്കൂനിൽ നൽകിയിട്ടാണ് വഖഫ് ചെയ്യുക. അവിടെ വാവിന് ഹർക്കത്ത് ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് അവിടെ എന്താണ് അതാണ്. പിന്നെ അലയ്യ ഇസ്ലാം. അല്ല, വേറൊരു കാര്യം ഉസ്താദ്, ഈ നമ്മള്
ഷദ്ദിൽ അവസാനിക്കുമ്പോ നമ്മൾ വഖഫ് ചെയ്യുമ്പോ എങ്ങനെയാണ് അതിന്റെ റൂള്? അത് 20ാമത്തെ ഹാല് പഠിക്കാനുള്ളതാണ്. ഓക്കെ ഓക്കെ. 20ാമത്തെ ഹാല് അതാണ്. അല്ല അത് ഇതിൽ രണ്ടിലും പെടാത്ത റൂളാണെന്ന് തോന്നുന്നു. അതെ, അത് പിന്നെ 20ാമത്തെ ഹാല് പഠിക്കുമ്പോൾ നോക്കാം. സിമ്പിളാണ്, അത് വിഷയമൊന്നുമില്ല. സുക്കൂന് കൽക്കല വരുമ്പോ മാൽ കൽക്കല എന്ന് പറയും. അത് നമുക്ക് ആ സമയത്ത് പഠിക്കാം. 20ാമത്തെ ഹാല്, ലാസ്റ്റ് ഹാല് സിമ്പിളാണ്, പ്രശ്നമൊന്നുമില്ല. അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം. എല്ലാരും ലേശം ഒന്ന് ബാക്കൗട്ട് ആയതുകൊണ്ട് ഒരു പുതിയ പോർഷൻ, പുതിയൊരു ഭാഗം, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗത്തിന്റെ ഒരു തുടക്കം പറഞ്ഞു വെക്കുന്നേ ഉള്ളൂ. ബാക്കി ക്ലാസ് വിശദമായിട്ട് അടുത്ത ദിവസമാണ്. ആരും ലെഫ്റ്റ് ആയിട്ട് പോകരുത്. പിന്നെ ഒരു ടോപ്പിക്കിന്റെ തുടക്കമാണ്, ഒരു ഇമ്പോർട്ടന്റ് മദ് ലാസിം, മദ്ദുൽ ലാസിം എന്ന് പറയും, നിർബന്ധമായിട്ടുള്ള മദ്. അപ്പൊ ജസ്റ്റ് ഒന്ന് പറയുന്നു മാത്രമേ ഉള്ളൂ. അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കേണ്ട. അത് മദ് ലാസിം നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതിന്റെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മദ് അൽ ഫറഈ ആണ്. തൊബഈ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പിന്നെ ഫറഈ ആയിട്ടുള്ള മദ്ദാണ്. ഫറഈ ആയിട്ടുള്ള മദ്ദിൽ ഒന്ന് നമ്മൾ പഠിച്ചു, ഏത് ഹംസ കാരണം സംഭവിക്കുന്ന മദ്ദുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഹംസന്റെ മദ്ദുകൾ ഏതൊക്കെയാണ്? നീ രണ്ടെണ്ണം കൂടി പഠിക്കാനുണ്ട്. അതിന്റെ ഇടയിൽ സിലയുടെ മദ് പഠിക്കാനുണ്ട്. അത് ഇൻഷാല്ലാ അതിന്റെ ഇടയിൽ വരും. അപ്പൊ മദ് ഫറഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണയിൽ കൂടുതൽ പിന്നെ നീട്ടി പാരായണം ചെയ്യുന്നതിനാണ് മദ് ഫറഈ എന്ന് പറഞ്ഞാൽ അസാധാരണ മദ്. അതിന്റെ കാരണക്കാരാരാന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹംസ, ഷദ്, സുക്കൂനും ഒക്കെ ആണ്. ഹംസ, ഷദ്, സുക്കൂനും. ഹംസന്റത് നമ്മൾ പഠിച്ചു. അതായത് മദ്ദക്ഷരങ്ങൾക്ക് ശേഷം ഹംസ വന്നു കഴിഞ്ഞാല് എന്താണ് എന്നുള്ളത് മദ് മുത്തസിലുണ്ട്, മുൻഫസിലുണ്ട്, പിന്നെ ഇനി ഒന്നും കൂടി നമുക്ക് പഠിക്കാനുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി പിന്നെ വരുന്നതാണ് ഷദ്ദയും സുക്കൂനും, അല്ലെ? മദ് ഫറഈ, അതായത് മദ് പിന്നെ ഹംസ കാരണം നമ്മൾ പഠിച്ചു കേട്ടോ. ഇത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് എന്ത്? സുക്കൂനോ ഷദ്ദോ, അലിഫ് മദ്, യാ മദ്, വാവ് മദ്. ഇതിന് ശേഷം വരുന്ന ഹർഫിന് സുക്കൂനോ ഷദ്ദോ വരികയാണെങ്കിൽ സംഭവിക്കുന്ന മദ്ദിന് പറയുന്ന പേരാണ് മദ്ദുൽ ലാസിം എന്ന്. നിർബന്ധമായിട്ടുള്ള മദ് എന്നാണ് പറയാ. അപ്പൊ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് പറയുന്നത്. മദ് ലാസിം സംഭവിക്കുന്നത് എപ്പോഴാന്ന് ചോദിച്ചു കഴിഞ്ഞാല് അലിഫ് മദ്, യാ മദ്, വാവ് മദ്. ഇത് മദ്ദക്ഷരങ്ങൾക്ക് ശേഷം സുക്കൂനോ ഷദ്ദോ വരികയാണെങ്കിൽ, മദ്ദക്ഷരങ്ങൾക്ക് ശേഷം വരുന്ന ഹർഫിന് ഷദ്ദാണെങ്കിൽ അതെന്തായിരിക്കും? ഫറഈ ആയിട്ടുള്ള മദ്ദായിരിക്കും. ആ മദ്ദിന് പറയുന്ന പേര് മദ് ലാസിം എന്നാണ്. അതേപോലെ ഈ അലിഫ് മദ്ദോ യാ പിന്നെ ഐവക്ക് ശേഷം സുക്കൂനാണ് വരുന്നെങ്കിൽ അത് എന്താണ്? ഫറഈ ആയിട്ടുള്ള മദ്ദായിട്ട് മാറും. ആ മദ്ദിന് പറയുന്ന പേരാണ് മദ് ലാസിം. ക്ലിയർ ആണല്ലോ? ഓക്കെ, മദ് ലാസിം ഓക്കെ. മദ് ഫറഈ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. മദ് ഫറഈ സംഭവിക്കുന്നതിന്റെ കാരണക്കാരൻ ഒന്നെങ്കിൽ ഹംസയായിരിക്കും, അല്ലെങ്കിൽ സുക്കൂനോ ഷദ്ദോ ആയിരിക്കും. ഒന്നെങ്കിൽ ഹംസ അല്ലെങ്കിൽ സുക്കൂനോ ഷദ്ദോ. ഹംസനെ കുറിച്ച് നമ്മൾ കുറച്ച് പഠിച്ചു. അതായത് മദ്ദും പിന്നെ മുത്തസിലും മുൻഫസിലും പഠിച്ചു. ഇനി ഒന്നും കൂടി പഠിക്കാനുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ അതിനെ കളഞ്ഞു. പിന്നെ ബാലൻസ് വരുന്ന രണ്ടാൾക്കാരാണ് ആര്? സുക്കൂനും ഷദ്ദും. ഐവ എന്ന് പറയുമ്പോൾ അലിഫ് യാ മദ്, മദ്ദക്ഷരങ്ങളായ അലിഫും യാ വാവും ഉണ്ടല്ലോ. മദ്ദക്ഷരങ്ങളായ അലിഫും യാവും വാവും. അല്ലാത്തത് നമുക്ക് വിടാട്ടോ. മദ്ദക്ഷരങ്ങളായ അലിഫും യാവും മദ്ദിന് വരുന്ന. അതിനുശേഷം ഏതെങ്കിലും ഒരു ഹർഫ് വരുമല്ലോ. ആ ഹർഫിന് സുക്കൂന് വന്നാൽ, ഷദ്ദ് വന്നാൽ, സുക്കൂനോ അല്ലെങ്കിൽ ഷദ്ദോ വന്നു കഴിഞ്ഞാൽ ആ മദ് എന്തായിട്ട് അവിടെ ഒരു പുതിയ മദ് വരും. ആ പുതിയ മദ് വരുന്ന അവിടെ ഒരു മദ്ദാണ് അത് മദ് ഫറഈ ആണ്. ഫറഈ ആയിട്ടുള്ള മദ്ദാണ്, അസാധാരണ മദ്ദാണ്. ആ മദ്ദിന് പറയുന്ന പേരാണ് മദ്ദുൽ ലാസിം. നിർബന്ധമായിട്ടുള്ള മദ്, നിർബന്ധമായി നീട്ടേണ്ട മദ് എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയിണ്ടാവില്ലേ? ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ഉദാഹരണങ്ങളിലേക്ക് വരുമ്പോ നമുക്ക് ലേശം കൂടി മനസ്സിലാവും. ഉദാഹരണത്തിലേക്ക് എത്തുമെന്ന് അറിയില്ല, എന്നാലും നമുക്ക് നോക്കാം. അലിഫ് യാ വാവ്, ഇപ്പൊ നിങ്ങൾ കണ്ടില്ല, അലിഫ് യാ വാവ്. ശേഷം ആര് വരികയാണ്? സുക്കൂനോ ഷദ്ദോ വരികയാണ്. അങ്ങനെ വരുന്ന മദ്ദിന് പറയുന്നതാണ് മദ്ദുൽ ലാസിം എന്ന്. നിർബന്ധമായിട്ടും നീട്ടണം. എത്ര നീട്ടണം എന്നുള്ളത് നമുക്ക് പറയാം.
അലിഫ് യാ വാവിന് ശേഷം സുക്കൂനോ ശബ്ദോ വരികയാണെങ്കിൽ നിർബന്ധമായിട്ടും നീട്ടണം. ആ മദ്ദിന് പറയുന്ന പേര് മദ്ദുല്ലാസിം, ഫറഴിയായിട്ടുള്ള മദ്ദാണ്. സിത്ത ഹറക്കാത്താണ്. അതായത് അലിഫോ യാओ വാവോ അതിനുശേഷം സുക്കൂനോ ശബ്ദോ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു മദ് ഉണ്ടാവും. ആ മദ്ദിന് പറയുന്ന പേര് മദ്ദു ലാസിമാണ്. അത് നിർബന്ധമായിട്ടും സിത്ത ഹറക്കാത്ത് നീട്ടണം. നമ്മൾ ഓരോ നമസ്കാരത്തിലും നിർബന്ധമായിട്ടും നമ്മൾ പാരായണം ചെയ്യുന്ന സൂറത്ത് ഫാത്തിഹയിലെ വലദ്ദാലീൻ എന്നുള്ളിടത്തുള്ള മദ് എന്താന്ന് നിങ്ങൾക്ക് നോക്കിയാൽ മതി. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇപ്പൊ നമുക്ക് ഇതായില്ലേ മദ്ദു ലാസിം. ഇനി മദ്ദു ലാസിമിനെ നമ്മൾ ചെറുങ്ങനെ ഒന്ന് പിരിക്കുകയാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പഠിക്കും. മദ്ദു ലാസിം രണ്ടെണ്ണമായിട്ട് തിരിയുന്നുണ്ട്. മദ്ദു ലാസിം 2 ടൈപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് മദ്ദു ലാസിം 2 സ്ഥലങ്ങളിൽ സംഭവിക്കുന്നുണ്ട് എന്നും പറയാം. ഒന്ന് കെലിമിയാണ്. കെലിമി എന്ന് പറയുന്ന ഒരു വാക്ക്. ഒന്ന് ഹർഫിയാണ്. ഒന്ന് ഒരു വാക്കിൽ സംഭവിക്കും. മദ്ദു ലാസിം വാക്കിലും സംഭവിക്കും, ഹർഫിലും സംഭവിക്കും. മദ്ദു ലാസിം വാക്കിലും സംഭവിക്കും, ഹർഫിലും സംഭവിക്കും. സംശയം വേണ്ട. എന്റെ ഉദാഹരണം അതാ നോക്കൂ നിങ്ങൾ. ഒന്നാമത്തെ ഉദാഹരണം നോക്കൂ. ദാല് ഫത്ഹ പിന്നെ വരുന്നത് അലിഫ് മദ് ആണ് അല്ലെ? ദാല് ഫത്ഹ അലിഫ് മദ്. അപ്പോ പിന്നെ വരുന്ന ബാന് ഷദ്ദ് വന്നിട്ടുണ്ട്. അപ്പൊ അവിടെ എന്തായിട്ട് മാറി? ഒരു പുതിയ മദ് വരുന്നു. അപ്പൊ ആ മദ്ദിന് പറയുന്ന പേരാണ് മദ് ലാസിം. അപ്പൊ അതിനെ നമ്മൾ എങ്ങനെ ദാബത്തിൻ എന്ന് പറഞ്ഞാൽ പോരാ, ദാബത്തിൻ എന്ന് നിർബന്ധമായിട്ടും 6 ദീർഘം ദാബത്തിൻ ദാബത്തിൻ ചിത്ത ഹർക്കാത്ത്. ഇനി വരുന്നത് എന്താണ്? ഹർഫ്. ഹർഫ് എന്ന് പറയുമ്പോൾ ബേജാറാവണമെന്നില്ല. അലിഫ് ലാം മീം പോലെ, യാസീൻ പോലെ, നൂന്, ഖാഫ്, കാഫ്, യ, ഐൻ, സ്വാദ്, പിന്നെ ഏതാണ് അങ്ങനെയല്ലേ നമ്മള് ഖുർആനിന്റെ ആരംഭത്തിൽ 29 ഖുർആന്റെ ആരംഭത്തിൽ ഒരുപാടുണ്ട്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അവിടെയാണ് കൺഫ്യൂഷൻ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. കെലിമി പ്രശ്നമുള്ള കാര്യമല്ല, പക്ഷേ ഹർഫില് ചിലപ്പോൾ നമുക്ക് ചെറിയൊരു പ്രയാസമൊക്കെ ഉണ്ടായിക്കൂടായികയില്ല, ഉണ്ടാവൂല. എന്നാലും നിങ്ങൾ ഇപ്പോഴേ ഇങ്ങനെ ഒന്ന് നോക്കി അതിന്റെ കൂടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പ്രയാസമുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ പ്രയാസമുണ്ട്. ഹർഫില് എങ്ങനെയാന്നുള്ളതൊക്കെ നമ്മൾ അവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയും. ഇതിപ്പോ ഹർഫിലുള്ളത് നമ്മൾ പാരായണം ചെയ്യുമ്പോൾ അലിഫ്ലാമീം എന്നാണോ ചിലർ ഇങ്ങനെ സൂറത്ത് ബക്കറ പാരായണം ചെയ്യുമ്പോൾ അലിഫ്ലാമീം ദാലിക്കൽ കിതാബുൽ ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ അങ്ങനെയാണോ നിങ്ങൾ ചെല്ലല്? അങ്ങനെയല്ല ചെല്ലേണ്ടത്. അലിഫ്ലാം മീം, അലിഫ് ലാം മീം. അവിടെ ഒന്നുണ്ട്, പിന്നെ 6 നീട്ടണം ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. പാരായണം പൂർണ്ണമാണെങ്കിൽ എത്ര വേണം അവിടെ? 1 അലിഫ് തന്നെ, ലാമിന് 6. അപ്പൊ എത്രയായി? 6 1 7ആയി. പിന്നെ ഒരു ഉന്നുണ്ട്, 2 9ആയി. പിന്നെ ഒരു 6 15 ഹർക്കത്തിന്റെ സമയം വേണം ഈ 3 വാക്കുകൾ വായിക്കാൻ വേണ്ടി, 3 അക്ഷരം പാരായണം ചെയ്യാൻ വേണ്ടി. അലിഫ് ലാം മീം എന്ന്. ദാബത്തിൻ എന്നുള്ളത് ദാബത്തിൻ നിർബന്ധം. ഇത്ര മനസ്സിലായോ നിങ്ങൾക്ക്? ആർക്കും സംശയം ഉണ്ടെന്ന് ചോദിച്ചോളി. എല്ലാവരും ക്ലിയർ ആണ്? ഓക്കെ, സുഹേൽക്ക ഓക്കെ ആണ്. വേറെ ആർക്കെങ്കിലും പ്രയാസം ഉണ്ടോ? അത് ഒരു പ്രയാസവും ഇല്ല. മദ് ലാസിം കാരണക്കാരൻ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഒന്നുകിൽ ഷദ്ദ ആയിരിക്കും, അലിഫ് മദ് യാ മദ് ശേഷം ഷദ്ദ് വന്നിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ അല്ലെങ്കിൽ സുക്കൂന് വന്നിട്ടുണ്ടാവും. അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അവിടെ അത് ഫറഈയായിട്ടുള്ള മദ്ദാണ്. ആ മദ്ദിന് പറയുന്ന പേര് മദ്ദുൽ ലാസിം. അത് കെലിമയിലും ഉണ്ട്, ഹർഫിലും ഉണ്ട്. ഇനി പറയുന്ന കാര്യങ്ങളാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഇതുവരെ ക്ലിയർ ആണെങ്കിലേ അതിലേക്ക് പോകണുള്ളൂ, അല്ലെ നമ്മൾ ഇവിടെ വെച്ച് നിർത്തും. ഈ ഒരു കാര്യം 15 അക്ഷരം വന്ന് നീട്ടാന് ഒരാൾ എങ്ങനെ ഈ അലിഫ് ലാം മീം എന്ന് പറയുമ്പോഴേ 15 അക്ഷരം നീട്ടാ ഉണ്ട് എന്ന് പറഞ്ഞില്ല, അതെങ്ങനെയാണ്? ലാമിന് 6, മദ് ലാസിം 6 ആണല്ലോ. അപ്പോ ലാമിന് 6, മീമിന് 6, 6 12, അലിഫ് 1 13,
പിന്നെ അതിന്റെ ഒരു ഉന്നുണ്ട്, അതിന്റെ ഉള്ളിൽ ഒരു ഉന്നിയും കൂടി വരുന്നുണ്ട്. അങ്ങനെ 15 എന്ന് പറഞ്ഞതാണ്. 15 ഹറക്കത്തിന് സമയം കൊടുക്കണം എന്ന് പറഞ്ഞാണ്. ഓക്കെ, ഇവിടെ സുക്കിന് വരുന്നില്ലല്ലോ, ലാമിന് മീമിന് സുക്കിന് വരുന്നില്ലല്ലോ. സുക്കൂന് വരുന്നുണ്ട്. അത് നമ്മൾ കൃത്യമായിട്ട് അവിടെ എത്തുമ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് മനസ്സിലാവും എവിടാണ് സുക്കൂന് എന്നുള്ളത്. സുൽഫിക്കർക്ക, നമ്മള് ഈ ഒരു ടോപ്പിക് എടുക്കുമ്പോൾ ഇത് കുറച്ച് പ്രയാസമുള്ള ഒരു സംഭവമാണ്. ഹർഫിയില് മദ് ലാസിം സംഭവിക്കുന്നത് നമുക്കത് മനസ്സിലാക്കിയെടുക്കാൻ ലേശം ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ബുദ്ധിമുട്ടില്ല, പക്ഷെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ അത് സിമ്പിൾ ആണ്. അപ്പം അതിങ്ങനെ നമ്മൾ പിരിച്ചെഴുതണം, ലാമ് മീമ്. അപ്പൊ അത് നമ്മൾ ആ സമയത്ത് കൃത്യമായിട്ട് അത് നിങ്ങൾക്ക് പറഞ്ഞു തരും എങ്ങനെ അവിടെ സുക്കൂന് വന്ന്. ഇതുവരെ മതി, കൂടുതലെടുത്താ താങ്ങൂല. അല്ല, ഇതുവരെ ഉള്ളത് ക്ലിയർ ആണോ എന്നുള്ളത് ചോദിക്കും. അല്ല ഒരു കാര്യം, അവിടെ കെലിമിന്റെ ക്ലാസിഫിക്കേഷനിൽ വന്നപ്പോ 2 എക്സാമ്പിൾസ് ഉസ്താദ് പറഞ്ഞു. ഒന്ന് ദാബ, രണ്ടാമത്തത് വലല്ലാലീൻ. അത് രണ്ടാമത്തെ, അതിൽ ഒന്നില് ആ നമ്മുടെ മദ്ദിന്റെ അക്ഷരത്തിന്റെ കൂടെ തന്നെ ശബ്ദ വന്നിരിക്കുന്നു. മറ്റേത് മദ്ദിന്റെ അക്ഷരത്തിന്റെ മുമ്പേ അലിഫ് മദ് വന്നിരിക്കുന്നു. അല്ലല്ലോ. ദാബ എന്ന് പറയുമ്പോ അവിടെ നമ്മൾ നീട്ടുന്നത് ദാബ, അവിടെ ഉള്ളത് ബാ നീട്ടുന്നില്ലല്ലോ. ബാ നീട്ടുന്നില്ല. നേരെ മറിച്ച് വലല്ലാലി എന്നുള്ള വാദാണ് നീട്ടുന്നത്. അതെ, അതെന്തുകൊണ്ടാ? നിങ്ങൾ ഖുർആൻ എടുത്തു നോക്കിയോ? ഫാത്തിഹ എടുത്തു നോക്കിയോ? അല്ല, ഞാൻ എടുത്തു നോക്കിയിട്ടില്ല. ബോദിന് ശബ്ദ് വരാൻ കാരണം എന്താണ്? അവിടെ ലാം ഷംസിയാണ്. അപ്പൊ ആ ലാമിന് ബോദിലേക്ക് ശബ്ദ വന്നതുകൊണ്ടാണ് ബോദിന് ശബ്ദ ഉള്ളത്. അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട. ബോദിന് ശബ്ദോ എന്തായിക്കോട്ടെ, അതല്ല നമ്മൾ നോക്കേണ്ടത്. ബോദ് അലിഫ് മദ്ദാണ്. ബോദ് ഫത്ഹ അലിഫ് മദ്ദാണ്. ശബ്ദ ഉണ്ട് കേട്ടോ, അത് ശബ്ദ് ലാമുക്ക് ചേർന്നത് കൊണ്ട് ശബ്ദ വന്നിട്ടുണ്ട്. അലിഫ് മദ്ദാണ്. ശേഷം വരുന്ന ലാമിന് എന്തുണ്ട്? ശബ്ദ വന്നിട്ടുണ്ട്. പല ദോ എന്നുള്ള ദോദിന് ശബ്ദ വരാൻ കാരണം ഷംസിയാണ്. അത് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അതങ്ങനെ തന്നെയാണ്. നമ്മളെ ഇത് മദ് ലാസിമാവാൻ കാരണം ദോദ് ഫത്ഹ അലിഫ് മദ് ശേഷം വരുന്ന ലാമിന് എന്ത് വന്നിട്ടുണ്ട്? ശബ്ദ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ദോദ് എന്തായിട്ട് മദ് ലാസിമായിട്ടുണ്ട്. അതായത് എന്ന് പറയുമ്പോ ആ ലാമിനുള്ള ദോദ് കഴിഞ്ഞിട്ടുള്ള ലാമിന് ശബ്ദ വരുന്ന റൂളാണ്. അതെ, ദാബത്തിൻ എന്ന് പറഞ്ഞോട്ട് നോക്കൂ. ദാ എന്നുള്ള അലിഫ് മദ്ദിന് ശേഷം അതായത് പിന്നെ മദ്ദിന്റെ ഹർഫിന് ശേഷം ശബ്ദ വരണം. അതെ, മദ്ദിന്റെ ഹർഫിന് ശേഷം ഹുറൂഫുൽ മദ്ദിന് ശേഷം വരുന്ന അക്ഷരത്തിന് ശബ്ദോ സുക്കൂനോ വരികയാണെങ്കിലാണ് എന്ത് സംഭവിക്കുന്നത്? മദ് ലാസിമാവുന്നത്. ഫറഈ ആയിട്ടുള്ള മദ്ദായ മദ് ലാസിമാവുന്നത്. ഇവിടെ ദാബത്തിൻ പറഞ്ഞത് പോരാണ്. വലദ്ദോ ലാമിന് ശബ്ദ വന്നു. വലദ്ദോ. പിന്നെ ലീൻ എന്നുള്ളതും സെയിം ഷിത്ത ഹറക്കാത്ത് വരെ പോകുന്നുണ്ട്. പക്ഷെ ലാസിം അല്ല, അത് വേറെ മദ്ദാണ്. ഫറയിൽ തന്നെയാണ്. ഒരു കാര്യം ഞാൻ അവസാനിപ്പിച്ചിട്ടുണ്ട്. സാർ, ഹർഫിൽ സാറ് പറഞ്ഞല്ലോ അലിഫ് ലാമീം, അത് ഈ കേവല അക്ഷരങ്ങൾ മാത്രമായിരിക്കില്ല അങ്ങനെ വരാം? ഹർഫില് വരാം. അതെ, ഹുറൂഫുൽ മുഖത്തആത്ത് ഇതൊക്കെ പഠിക്കാനുള്ള അത് പഠിക്കാനുള്ള അലിഫ് ലാമീം. പക്ഷെ അലിഫ് ലാമീമിൽ ഉസ്താദ് ഉന്ന പറഞ്ഞല്ലോ, ഉന്നന്റെ റൂൾ എന്താ അവിടെ വരുന്നത്? ഇൻഷാ അല്ലാഹ് അതൊക്കെ അവിടേക്ക് വരും. നമ്മളിപ്പോ അതിലേക്ക് പോയിട്ട് ബേജാറാവണ്ട. ഇപ്പൊ ഇത് മാത്രം നമ്മൾ നോക്കാം, അത് എന്തുകൊണ്ട് ഉന്ന വരുന്നത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം പിന്നീട്. ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഇത് മാത്രം മനസ്സിലാക്കാം. ഓക്കെ, ഇത് ക്ലിയർ ആണല്ലോ. കെലിമി ഹർഫി മദ് ലാസിം രണ്ട് രീതിയിൽ സംഭവിക്കുന്നുണ്ട്. അതായത് ഹർഫില് സംഭവിക്കാം. ഹർഫ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഹുറൂഫുൽ മുഖത്തഅ അതിൽ സംഭവിക്കുന്നത്. അത് എന്താണെന്നുള്ളത് പിന്നീട് നമുക്ക് പഠിക്കാം. അതിലേക്ക് പോയിട്ട് അതിനെ കുറിച്ച് ചിന്തിക്കേണ്ട. കെലിമ എന്ന് പറഞ്ഞ വാക്ക് ദാബത്തിൻ പോലെ, ഹാക്ക പോലെ, അബ്ദാലീൻ പോലെ, അബ്ദാലീൻ എന്നതിൽ പോലെ അതേപോലെ വരുന്നതാണ്. അതിലൊക്കെ സംഭവിക്കുന്നതാണ്. ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് ഒന്ന് പോയി നോക്കിയാലോ? പ്രയാസാവോ? വേണ്ട സാർ, ഇത് വെച്ച് വൈൻഡപ്പ് ചെയ്യാം. 10 മണിയായില്ലേ? 10 മണിയായും ചെയ്തിട്ടുണ്ട്. പിന്നെ ഒന്നും കൂടി പറയാനുണ്ട്. മദ് ലാസിം മുഖഫഫ് ഉണ്ട്, മദ് ലാസിം മുഷക്കലും ഉണ്ട്, മുഖഫഫും ഉണ്ട്. ഓക്കെ,
ഓക്കെ. ആരും മൈക്ക് ഓഫ് ആക്കിയല്ലോ? ആരോ ഒന്ന് മൈക്ക് ഓൺ ആക്കിയെന്ന്. ഓക്കെ ഓക്കെ ഓക്കെ, അടുത്ത ആഴ്ച ആക്കാം. ഒരു പ്രയാസമില്ല, അടുത്ത ആഴ്ചയിലേക്ക് തന്നെ മാറ്റി വെക്കാം. ജസ്റ്റ് ഒന്ന് അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു തന്നെ. ഇങ്ങനെ ഒരു മദ്ദാണ് ഇനി നമ്മൾ അടുത്ത ആഴ്ച പഠിക്കാൻ പോകുന്നത്. സിമ്പിൾ ആണ്, വലിയ പ്രയാസവും കാര്യങ്ങളും ഒന്നുമില്ല. സിമ്പിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇനി അത് ഇനി ഒന്നും കൂടി തിരിയുന്നുണ്ട്. മദ് ലാസിം മുഖഫഫ് ഉണ്ട്, മുസക്കലും ഉണ്ട്. ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ അത് നമ്മള് ഓരോന്ന് ഇങ്ങനെ പഠിച്ചു പോയി കഴിഞ്ഞാൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. മദ് ലാസിം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. അതായത് അലിഫോ യാവോ വാവോ അതിന് ശേഷം സുക്കൂനോ ഷദ്ദോ വരുന്നുണ്ടെങ്കിൽ അത് മദ് ലാസിമാണ്. മദ് ലാസിം എന്താണ്? നിർബന്ധം 6 ഹർക്കാത്ത് നീട്ടലാണ്. പിന്നെ അവിടുന്ന് ഇങ്ങനെ വന്നു കയറ്റി മദ് ലാസിം കെലിമി ഉണ്ട്, ഹർഫി ഉണ്ട് എന്ന് പഠിച്ചു. അങ്ങനെ കെലിമി ആണെങ്കിൽ അത് വാക്കിൽ വരുന്നതാണ്. ദാബത്തിൻ എന്ന് പറയുന്നത് പോലെ അൽ ഹാഖ്ഖതു മൽ ഹാഖ്ഖ എന്നതുപോലെ ആണ് അത്. അവിടെയും ശബ്ദാണ് വരുന്നത്. ഇങ്ങനെ ഒരുപാട് വാക്കുകളുണ്ട്, ആ വാക്കുകളിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ. പിന്നെ ഹർഫ് നമ്മൾ അത് വിശദമായിട്ട് പിന്നീട് പഠിക്കും. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇന്ന് നമ്മൾ ഇതിന്റെ ബാക്കിയാണ് ഇനി അടുത്ത ആഴ്ച ഉണ്ടാവുക. അപ്പൊ എല്ലാവരും വരാൻ നോക്കുക, ക്ലാസ് ലീവാക്കാതിരിക്കുക. കാരണം ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മദ്ദാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാര്യങ്ങൾ കൂടി അടുത്ത ആഴ്ച ഒന്നും കൂടി എടുക്കൂലേ? ആ, ഒന്നുകൂടി പറയും. കണ്ടില്ല, ഇങ്ങനെയൊക്കെ കുറെ പോകണ്ട്. മദ്ദി കലിമി, മദ് ഹുറൂഫുൽ മുഖത്ത. ഹർഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദ് ഹുറൂഫുൽ മുഖത്തായിട്ട് വരുന്നതാണ്. പിന്നെ അത് മുസക്കലുണ്ട്, മുഫ്രദുണ്ട്, രണ്ടെണ്ണത്തിൽ മുസക്കലും അങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പൊ ഇന്ന് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പഴയ ക്ലാസ്സിന്റെ ഈ നോട്ട്സ് ഒന്ന് മറിച്ച് നോക്കിയപ്പോ അതില് നമ്മൾ ഈ ക്ലാസിഫിക്കേഷൻ പറഞ്ഞപ്പോ മദ് ലാസിമിന് സിലത്തുൽ കുബ്ര അങ്ങനെ എന്തോ. മദ് ലാസിമിനല്ല, സില കുബ്ര ഉണ്ട്, സുഹറയുണ്ട്. നമ്മൾ അവിടെ എത്തിയിട്ടില്ല, അത് പഠിച്ചിട്ടില്ല. അത് വരാനുള്ളതാണ്. അതായത് നമ്മൾ ഹംസക്ക് ശേഷം അത് മുത്തസിലും മുൻഫസിലും പഠിച്ചത്. അതിന്റെ കൂടെ തന്നെ പഠിക്കാനുള്ള ഒന്നാണ് സില. മദ്ദു സില സംഭവിക്കുന്ന അത് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ദൊമീർ എന്താണ്? ആദ്യം ദൊമീറിന് തന്നെ ദൊമീർ ഒരുപാടുണ്ട്. പക്ഷെ ദൊമീറിന് ശേഷം മദ് സില കുബ്ര സംഭവിക്കുന്നത്, സുഹറ സംഭവിക്കുന്നത് എപ്പോഴാണ്? ദൊമീറിന് മദ് എപ്പോഴാണ് സംഭവിക്കുന്നത് ഒക്കെ പഠിക്കാനുണ്ട്. അത് മദ് സില കുബ്രയും ഉണ്ട്, സുഹറയും ഉണ്ട്, രണ്ടെണ്ണം ഉണ്ട്. നമ്മൾ പറഞ്ഞിട്ടില്ല അത്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ മദ്ദുകള് ഇനിയൊക്കെ മദ്ദുകൾ വരുന്ന സമയത്ത് അതിന്റെ ഓരോരോ ഭാഗങ്ങൾ നമുക്ക് പഠിക്കാം ഇൻഷാ അല്ലാഹ്. ക്ലാസിഫിക്കേഷൻ അങ്ങനെ എഴുതിയ പോലെ തോന്നി. അതിലുണ്ട്, അതിൽ 3 ഉണ്ട്. ഹംസ കാരണം സംഭവിക്കുന്നത് മുത്തസില്, മുൻഫസില്, പിന്നെ വരുന്നത് സില കുബ്രയാണ്. സില കുബ്ര എടുത്തിട്ടില്ല, കാരണം അത് ഈ ദൊമീറിനെ കുറിച്ച് പഠിക്കാനുണ്ട്. ദൊമീർ എന്താണ്? ദൊമീർ എന്നാണെങ്കിലും അത് ചില ദൊമീറിൽ മദ് സംഭവിക്കൂല. അപ്പൊ അത് എപ്പോഴാണ് മദ് സംഭവിക്കുന്നത്? ദൊമീർ എന്ന് പറഞ്ഞാൽ എന്താണ്? ദൊമീർ എപ്പോഴാണ് ദൊമീർ ആകുന്നത്? അങ്ങനെ അതിനൊരു ചെറിയ ഇത് പഠിക്കണം. അപ്പൊ അതൊരു ക്ലാസ് തന്നെ നമുക്ക് പറയേണ്ടതുണ്ട്. അത് ഇൻഷാ അല്ലാഹ് പിന്നീട് വരും. ഓരോരോ ക്ലാസ്സുകൾ ഇങ്ങനെ ഘട്ടമായിട്ട് വരും. നിങ്ങൾ കൂടെ ഉണ്ടായാൽ മതി, ബാക്കിയൊക്കെ റെഡി ആയിക്കോളും ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ചത് ഇത്രയേ ഉള്ളൂ. 14, 15, 16 ഹാലുകളാണ്. ഷദ്ദ ഫത്ഹ, അലിഫ് മദ്, ഷദ്ദ കസ്ര, യാമദ്, ഷദ്ദ ലൊമ, വാമദ്. നമ്മൾ 4, 5, 6 ഹാലുകളിൽ പഠിച്ച അതേ നിയമങ്ങളൊക്കെ ഇവിടെ അപ്ലൈ ചെയ്യണം. കൂടെ മദ്ദിന്റെ ഇതും കൂടി. അലിഫ് മദ്, അത് ശേഷം ഹംസ വന്നു കഴിഞ്ഞാൽ മുത്തസിലാവും, പിന്നെ മുൻഫസിലാവും. അതൊക്കെ നമ്മൾ അതിൽ പഠിച്ച അതേ സംഭവം തന്നെ. ഒന്ന് അതാണ്. പിന്നെ ലാസിമിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ തന്നിട്ടുള്ളത്. മദ് ലാസിം, നിർബന്ധമായ മദ്ദിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ. എന്താണ് മദ് ലാസിം എന്നുള്ളത്, അത് ഇത്രയാണ് പറഞ്ഞു തന്നത്. കാര്യങ്ങൾ ഓർത്തു വെക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെന്റേഴ്സിനോട് ചോദിക്കാം, എന്നോട് പേഴ്സണൽ ആയിട്ടും ചോദിക്കാവുന്നതാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ഇരുത്തത്തെ സ്വാലിഹ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ വീഴ്ചകൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. എല്ലാവരെയും അള്ളാഹു സ്വർഗത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മാതാപിതാക്കളുടെയും കുടുംബങ്ങള് അള്ളാഹു അവർക്കൊക്കെ ഒരുപാട് നീറും ബർക്കത്തും നിയമത്തും അള്ളാഹുവിന്റെ കാവലൊക്കെ കൊടുക്കട്ടെ. അതേപോലെ ഇവിടെ പറഞ്ഞു പോയ മാതാപിതാക്കൾക്ക്, നമുക്ക് വേണ്ടപ്പെട്ടവർക്ക്, അവർക്കൊക്കെ അള്ളാഹു അവരുടെ വിശാലമാക്കി
ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടിയാൽ പഠനത്തിന്റെ പേരിൽ അള്ളാഹുവിന്റെ ആബുകളായിട്ട് ഏറ്റവും ഉന്നതമായ അള്ളാഹുവിന്റെ ഏറ്റവും സാമീപ്യം സിദ്ധിക്കുന്ന യഥാർത്ഥ സത്യങ്ങളിലും ഏവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുന്ന